ഇന്ന് പകൽക്കാലം എൻ്റെ ചിന്താവിഷയം 2 തരത്തിലുള്ള വിശ്വാസത്തെയാണ്. എല്ലാവർക്കും വിശ്വാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്തോത്തിലെങ്കിലും വിശ്വാസമുണ്ട്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവിടെ ഉപയോഗിച്ചേക്കുന്ന പദം എന്തുവാ? ഞാൻ ദൈവം ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. അപ്പോഴും വിശ്വാസമുണ്ട് അവർക്ക്. ഈ ലോകത്തുള്ള എല്ലാവർക്കും വിശ്വാസമുണ്ട്. പിന്നെ ആ വിശ്വാസത്തിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം ഏത് വിധത്തിലുള്ളതാണ്? വിശ്വാസത്തെ 2 തട്ടായിട്ട് ഇന്ന് തിരിക്കുക ഞാൻ. ഒന്ന്, സെൽഫിഷ് ഫെയ്ത്ത്. എൻ്റെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് എൻ്റേതായിരിക്കുന്ന എല്ലാം നേടിയെടുക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ആ വിശ്വാസം മൂലം ഞാൻ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. ആ വിശ്വാസം മൂലം ഞാൻ എന്ത് ചെയ്തു? സൗഖ്യം പ്രാപിച്ചു. ആ വിശ്വാസം മൂലം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? അനുഗ്രഹം പ്രാപിച്ചു. എനിക്ക് ജീവനും ഭക്തിക്കും വേണ്ടുന്ന എല്ലാം എന്ത് ചെയ്തു? ആ വിശ്വാസം കൊണ്ട് ഞാൻ നേടി എടുത്തു. അത് സെൽഫിഷ് വിശ്വാസമാണ്. എൻ്റെ കാര്യം നടത്തിയെടുക്കാനുള്ള വിശ്വാസമുണ്ട്. എന്നാൽ ഇന്ന് ആ വിശ്വാസത്തിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യണം, ഒന്ന് പുറത്തോട്ട് വരണം. നമുക്ക് വിശ്വാസത്തിൻ്റെ മറ്റൊരു മണ്ഡലത്തിലേക്ക് നമുക്കിന്ന് പ്രവേശിക്കാൻ കഴിയണം. കാനാവിലെ കല്യാണ വീട്ടിലേക്ക് തന്നെ നമുക്ക് മടങ്ങിപ്പോവാം. അവിടെ നിന്നുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് ഓഫ് എ ഫെയ്ത്ത് യു ഹാവ്? നിൻ്റെ വിശ്വാസം ഇന്ന് ഏത് വിധത്തിലുള്ള വിശ്വാസമാണ്? ഇസ് ഇറ്റ് എ സെൽഫിഷ് ഫെയ്ത്ത് ഓർ കെയറിങ് ഫെയ്ത്ത്? മറ്റുള്ളവരെ കൂടെ കരുതുന്ന ഒരു വിശ്വാസം നിൻ്റെ ജീവിതത്തിലുണ്ടോ? അല്ലെങ്കിൽ നിൻ്റെ വിശ്വാസത്തിൽ എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും മാത്രം എന്നുള്ള ആ ഒരു ഇതേ ഉള്ളോ, അതോ വേറൊരാളുടെ ആവശ്യം കൂടെ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടോ? പലരുടെയും വിശ്വാസം നെയ്ത്തുകാരൻ്റെ വിശ്വാസം പോലെ. നെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക്, എനിക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക്, ഇങ്ങനെ എനിക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാ വിശ്വാസം അങ്ങനെയല്ലേ? ആദ്യമുള്ളത് എനിക്ക്, രണ്ടാമത്തത് ഭാര്യയ്ക്ക്, മൂന്നാമത്തത് മക്കൾക്ക്. എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും. ശരിയല്ലേ? സോ സെൽഫ് സെൻറ്റേർഡാ. ഇനി നോക്കിക്കേ, നിങ്ങളുടെ പ്രാർത്ഥന ഇന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിച്ച ആർക്കൊക്കെ വേണ്ടിയാ? ആ പ്രാർത്ഥനയിൽ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ച് കാണുമെന്ന് വിചാരിച്ചോ, അല്ലെ ചിലർ 10 മിനിറ്റ് കാണുമായിരിക്കും. അതിൽ കൂടുതൽ ആരുണ്ടെന്ന് ഞാൻ കൈയൊന്നും ഉയർത്താൻ പറയുന്നില്ല. ഈ പ്രാർത്ഥനയിൽ സിംഹഭാഗവും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലായിരുന്നോ? സഭയിലെ വിശ്വാസികൾ ആരാന്ന് പോലും അറിയത്തില്ല. പിന്നെ അല്ലേ ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ? അതിനെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? ഒറ്റ അതിൽ നമ്മൾ ഇതിട്ടുണ്ട്, കർത്താവേ ഞങ്ങളുടെ സഭയിലെ എല്ലാ പാസ്റ്റർമാരെയും നീ എന്ത് ചെയ്യണേ? എനിക്ക് കാരണം പേര് പോലും അറിയത്തില്ലല്ലോ അവരാരാന്നുള്ളത്. നമ്മളുടെ വിശ്വാസം എപ്പോഴും എന്തായിട്ട് മാറിയിരിക്കുന്നു? സെൽഫ് സെൻറ്റേർഡാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ എത്ര ഭാഗം, പ്രാർത്ഥനയുടെ എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മുടേത് മാറ്റിക്കഴിഞ്ഞാൽ, ഒരു 15 മിനിറ്റ് പ്രാർത്ഥിച്ചെന്ന് വിചാരിക്കേ, അതിൽ 14 മിനിറ്റും നമ്മുടെ ആവശ്യങ്ങളായിരിക്കും. ഒറ്റ മിനിറ്റ് കർത്താവേ സുവിശേഷം കേട്ടിട്ടില്ലാത്ത എല്ലാവരെയും സുവിശേഷം കേൾപ്പിക്കണേ, മുഴു ലോകത്തെ രക്ഷിക്കണേ. അങ്ങനത്തെ ഒരു 3-4 വാചകങ്ങളിൽ ലോക സുവിശേഷീകരണവും നടന്നു. കഷ്ടത അനുഭവിക്കുന്ന എല്ലാ ദൈവദാസന്മാരും അതിനകത്ത് പെട്ടു. ഞാൻ പറഞ്ഞു വന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഇറ്റ്സ് ഹൈ ടൈം ടു ഗ്രാജുവേറ്റ് ഫ്രം സെൽഫിഷ് ഫെയ്ത്ത്. നമ്മുടെ സ്വാർത്ഥ വിശ്വാസത്തിൽ നിന്ന്
അതിൻ്റെ ഒന്ന് കൂട് പൊട്ടിച്ചേച്ച പുറത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുക. ആദ്യമൊക്കെ നല്ലതാ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ലെന്ന്. നമ്മളാദ്യം പറഞ്ഞത് എനിക്ക് വീഞ്ഞ് കിട്ടിയില്ലെന്ന് പറഞ്ഞേനെ അല്ലേ? ഇന്നത്തെ കല്യാണം നമ്മളാ പോകുന്നതെന്ന് പറയുന്നതിന് പുറത്തിറങ്ങിയിട്ട് വേണം. എനിക്ക് കിട്ടിയില്ല, ഇഷ്ടമാണ്. എനിക്ക് വീഞ്ഞും കിട്ടിയില്ല, ചോറും കിട്ടിയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞേ എനിക്ക് കിട്ടിയില്ല. വേറെ ആർക്ക് കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ളത് നമുക്ക് അറിയേണ്ട വിഷയമൊന്നുമില്ല. എനിക്ക് കിട്ടിയില്ല. അവിടെ മറിയെ നമ്മൾ കാണുന്നത് എന്നാണെന്നറിയാമോ? അവർക്ക് വീഞ്ഞില്ല. നിനക്ക് ലഭിക്കാതിരിക്കുമ്പോഴും മറ്റുള്ളവൻ അനുഗ്രഹിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? കുറച്ചുകൂടെ കടത്തി പറയാം. നിൻ്റെ കുഞ്ഞ് കല്യാണമൊന്നും കഴിയാതെ പെര അറിഞ്ഞ് വീട്ടിൽ നിൽക്കുക. എന്നിട്ട് അതിനേക്കാൾ പ്രായം കുറഞ്ഞതും അത്രയും പോലും വിദ്യാഭ്യാസമില്ലാത്തതും അത്രയും സാമ്പത്തിക ശേഷിയില്ലാത്തതും വേദപുസ്തക ഭാഷയെ പറഞ്ഞ വിലക്ഷണയ്ക്ക് വിവാഹം വന്നാൽ അവളുടെ നിമിത്തം ഭൂമിക്ക് സഹിച്ചുകൂടാന്ന വാക്യം. കർത്താവേ, എൻ്റെ മോളുടെ വിഷയം ഞങ്ങൾ സഭയായിട്ട് 21 എത്ര പ്രാവശ്യം എടുത്തു. അതുകൊണ്ടാണ്. കാരണം നിൻ്റെ 21 കൊണ്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് നീ എന്ന് 21 നിർത്തുന്നോ അന്നേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. നിനക്ക് മകളെ തന്നവന് ദൈവത്തിനറിയാം, തക്ക സമയത്ത് അവന് വേണ്ടി ദൈവം പ്രവർത്തിച്ചുള്ളൂ. നീ അതിനു വേണ്ടി ഉപവസിക്കാതെ നീ മറ്റുള്ളവരുടെ വിഷയത്തിന് വേണ്ടി ഒന്ന് ഉപവസിച്ച് നോക്കുക. അതൊരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. നിനക്ക് ലഭിക്കാതിരിക്കുന്ന ഒരു നന്മ മറ്റുള്ളവർക്ക് ലഭിക്കുമ്പം അതിൻ്റെ മുൻപിലുള്ള നിൻ്റെ പ്രതികരണം എങ്ങനാ? അവർക്ക് വീഞ്ഞ് ഇല്ല. എന്തിനാ അവൾ യേശുവിൻ്റെ അടുക്ക ചെന്നത് പറഞ്ഞേ? അവൾക്കറിയാം യേശുവിന് മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാനൊക്കത്തുള്ളൂ. യേശുവിനെ കുറിച്ച് അവൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരറിവുണ്ട്. യേശുവിനെ കുറിച്ച് അവൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു അത്ഭുതം ചെയ്യുന്നതൊന്നും അതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അവനെന്തോ ചെയ്യാൻ കഴിയുമെന്നും അവർക്ക് അറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, ഇവൻ ദൈവപുത്രനാണെന്നറിയാം. അത് ജന്മനാ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് ദൈവപുത്രനാ, ഇവൻ ദൈവപുത്രനാ. അതുകൊണ്ട് ഈ ദൈവപുത്രന് ഈ അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അവൾക്കറിയാമായിരുന്നു. ദാറ്റ് ഫെയ്ത്ത്, യേശുവിനെ കുറിച്ച് അവൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ലളിതമായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ആ അറിവ് അല്ലെങ്കിൽ ആ വിശ്വാസം അവളിപ്പോൾ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ അവൾ തീരുമാനമെടുത്തിരിക്കുക. അവളുടെ വിശ്വാസം അവളുടെ ഒരു കാര്യം സാധിപ്പിക്കാൻ വേണ്ടി അല്ല അവൾ ഉപയോഗിക്കുന്നത്. അവളുടെ വിശ്വാസം മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുവാൻ, മറ്റുള്ളവരുടെ വേദനയെ ശമിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് അവളൊരു തീരുമാനമെടുത്തു. ഇന്ന് പകൽക്കാലത്ത് എൻ്റെ വെല്ലുവിളി ഇതാണ്. നിങ്ങളുടെ വിശ്വാസം, യേശുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ്, യേശുവിനെക്കുറിച്ച് നീ ഗ്രഹിച്ച വിഷയങ്ങൾ, നിനക്ക് ലഭിച്ചിരിക്കുന്ന ആ അറിവ്
കേവലം നിന്റെ സ്വാർത്ഥപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്നിൽ മാത്രം നീ സംക്ഷിപ്തമാക്കി വച്ചിരിക്കുന്നുവോ, അതോ അതുകൊണ്ട് മറ്റുള്ളവൻ്റെ കണ്ണുനീരൊപ്പുവാൻ, മറ്റുള്ളവനെ സാന്ത്വനപ്പെടുത്തുവാൻ, മറ്റുള്ളവൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകി കൊടുക്കുവാനായിട്ട് ആ അറിവ് നീ ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ മറിയയ്ക്ക് യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന ആ വിശ്വാസം, ആ അറിവ് കേവലം അവളുടെ സ്വാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒതുക്കി വെക്കുവാൻ അവൾ ആഗ്രഹിക്കാതെ അവളൊരു കാര്യം തീരുമാനിച്ചു. ഐ എം ഗോയിങ് ടു യൂസ് ദിസ് ഇൻഫർമേഷൻ, ദിസ് ഫെയ്ത്ത്, എനിക്ക് യേശുവിനെ കുറിച്ച് അറിയാവുന്ന ഈ അറിവ് ഉപയോഗിച്ച് ഐ എം ഗോയിങ് ടു സ്റ്റെപ്പ് ഇൻ ടു ദിസ് സിറ്റുവേഷൻ, ഈ സാഹചര്യത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിച്ച് ഇതിന് ഞാൻ പരിഹാരം കണ്ടെത്തുവാൻ പോകുകയാണ്. അവളുടെ വിശ്വാസം, ഇറ്റ് വാസ് എ കെയറിങ് ഫെയ്ത്ത്, കരുതുന്ന ഒരു വിശ്വാസമായിരുന്നു. യേശുവിൽ നിന്ന് നീ സന്തോഷം, സമാധാനം, രോഗസൗഖ്യം, വിടുതൽ, ഈ യേശു ആരാണ്, നീ ആരാധിക്കാൻ പോകുന്ന ഈ യേശു ആരാണെന്നുള്ള ഉത്തമ ബോധ്യം നിനക്കുണ്ടെങ്കിൽ അത് സ്വാർത്ഥപരമായ നിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ, ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തിന്, എൻ്റെ ചുറ്റുപാടും വേദന അനുഭവിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, എൻ്റെ ചുറ്റുപാടും അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന, നീറുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ കഴിയാത്ത ഒരു സമൂഹം എൻ്റെ ചുറ്റുപാടും കിടപ്പുണ്ട്. ഞാൻ അവിടേക്ക് ഇറങ്ങിച്ചെന്ന് ഞാൻ അറിഞ്ഞ ഈ യേശു അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി കൊടുക്കത്തക്ക വിധം ഈ യേശുവിനെ ഞാൻ അവർക്ക് പരിചയപ്പെടുത്തുവാൻ പോകുകയാണ്. ഈ യേശുവിനെ ഞാൻ ഈ സാഹചര്യത്തിലേക്ക് വിളിച്ചിറക്കുവാൻ പോകുകയാണ്. മറിയയുടെ വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ദാറ്റ് വാസ് എ കെയറിങ് ഫെയ്ത്ത്, കരുതുന്ന ഒരു വിശ്വാസമായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്വാർത്ഥ മണ്ഡലത്തിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റിട്ട്, ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. ഞാനൊരു കാര്യം പറയാം, യേശുവിനെ കുറിച്ച് ഇന്ന് നമുക്കറിയാവുന്നതിൻ്റെ അത്രയും പോലും ആർക്കറിയത്തില്ലായിരുന്നു. മറിയയ്ക്ക് അറിയത്തില്ലായിരുന്നു. അറിയായിരുന്നോ? ഒരിക്കലുമില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്കിന്നറിയാവുന്ന അറിവുണ്ടല്ലോ. അവനാരാ? അവൻ പാപികളുടെ രക്ഷകനാണ്, രോഗികളുടെ സൗഖ്യദായകനാണ്, അവനെക്കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ അറിവൊന്നും അന്ന് ആർക്കില്ല, മറിയയ്ക്കില്ല. മറിയയ്ക്ക് ആകെ അറിയാവുന്ന ഒന്നേ ഉള്ളൂ, അത് ദൂതൻ തന്നോട് പറഞ്ഞൊരു വാക്കാ, ഇവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, നിന്നിൽ ഉൽപ്പാദിതമായിരിക്കുന്ന വിശുദ്ധ പ്രജയാണ്, ഇവൻ ദൈവപുത്രനാണെന്നുള്ള ആ അറിവ് മാത്രമേ ഉള്ളൂ. അവൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നോ അവനെക്കൊണ്ട് എന്ത് സാധിക്കുമെന്നോ എന്നുള്ള യാതൊരു അറിവും അവൾക്കുണ്ടായിരുന്നില്ല. എങ്കിലും അവൾക്ക് ലഭിച്ചതായിരിക്കുന്ന യേശുവിനെ കുറിച്ച് അവൾക്ക് ലഭിച്ചതായിരിക്കുന്ന പരിമിതമായ അറിവ് അവൾ വെച്ചുകൊണ്ട് അവൾ ഒരു അത്ഭുതത്തിനു വേണ്ടി വേദിയൊരുക്കുക ചെയ്യുന്നേ. എന്നെ കേൾക്കുന്നത് യുവ ഇതിൽ ഇന്ന് പകൽക്കാൻ ഞാൻ ഒരു ചോദ്യം, ലളിതമായ ഒരു ചോദ്യം ചോദിച്ച് എൻ്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കാൻ പോവുക. യേശുവിനെക്കുറിച്ച് നീ അറിഞ്ഞിരിക്കുന്ന ഈ അറിവ്, യേശുവിനെക്കുറിച്ച് നിനക്ക് ലഭ്യമായിരിക്കുന്ന ഈ വിശ്വാസം പോരായോ നിനക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട്? ഇത്രയും പോലും അറിവില്ലാത്ത മറിയാണ് ഇതാ ഈ അനുഭവത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് നാം കാണേണ്ടത്. അവളുടെ വിശ്വാസം അത് മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്ന, മറ്റുള്ളവരെ കരുതുന്ന, മറ്റുള്ളവരുടെ വേദനയിൽ മനുഷ്യർക്ക് പരിഹാരം നൽകിക്കൊടുക്കുവാൻ കഴിയാത്ത പ്രശ്നത്തിന് എൻ്റെ യേശുവിന് പരിഹാരം നൽകിക്കൊടുക്കുവാൻ കഴിയുമെന്ന് ഉള്ള ആഴമായിരിക്കുന്ന വിശ്വാസമാണ് അവളെ അതിലേക്ക് എടുത്തു ചാടുവാൻ അവളെ പ്രേരിപ്പിച്ചത്. അറിഞ്ഞിരിക്കുന്ന വിശ്വാസവുമായി നീ ഒന്നിറങ്ങ്. യേശുവിന് വേണ്ട പലരും നിൻ്റെ ചുറ്റുപാടും കിടപ്പുണ്ട്. യേശുവിന് വേണ്ട അനേകർ നിനക്ക് ചുറ്റുപാടും കിടപ്പുണ്ട്. അതെൻ്റെ ചുമതലയല്ല, അത് പാസ്റ്റർ ചെയ്തോട്ടെ, അത് അതിനുവേണ്ടി വിളിക്കപ്പെട്ടവർ ചെയ്തോട്ടെ. നിന്നെ അതിനായാ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം വിളിച്ചത് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണെന്ന് മറന്നു കളയരുത്. അതൊരിക്കലും മറന്നു കളയരുത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്വാർത്ഥ മണ്ഡലത്തിൽ നിന്ന് നമുക്കൊന്ന് പുറത്തു വരാം.
നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നൊരു വിശ്വാസമായി മാറിക്കഴിഞ്ഞാൽ, ഞാനൊരു കാര്യം പറയാം, ഈ ലോകത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കും. ഉണർവ് അന്നേരം ഉണ്ടായിക്കോളും. നമ്മളൊന്ന് ഇറങ്ങിയാൽ മാത്രം മതി. ഇത്രയൊക്കെ മതി. നിനക്ക് യേശുവിനെ കുറിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അറിവ് തന്നെ ധാരാളമാണ് യേശുവിന് വേണ്ടി, യേശുവിനെ ഒരത്ഭുതം പ്രവർത്തിക്കുന്നതിന് വേദിയൊരുക്കാനായിട്ട്. അത് തന്നെ ധാരാളമാണ്. പക്ഷെ നമുക്ക് നേരമില്ലല്ലോ. കാര്യം എന്നാ? ഇവിടെ ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഓടിയിട്ട് കാര്യം നടക്കില്ലല്ലോ. വചനം അങ്ങനല്ലേ പറയുന്നത്? നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. എന്നിട്ട് ബാക്കി തൻ്റെ പ്രിയനോ. നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന മുഴുവൻ തൻ്റെ പ്രിയനോ അല്ലേ? അവൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേന് അവൻ ആവശ്യമുള്ളത് അവിടെ കാണും. കാരണം അവൻ ഓടുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാ. നിൻ്റെ ഓട്ടോ എങ്ങോട്ടാ? എൻ്റെ പാസ്റ്റർ രാവിലെ എഴുന്നേറ്റ് ഇത്രയും അധ്വാനിച്ചിട്ട് എൻ്റെ നടക്കില്ല. അത് പ്രമാണമാ. നീ ഓട്ടോ ഒക്കെ ഒന്ന് നിർത്തിയിട്ട് ദൈവം തമ്പുരാനോട് ചോദിച്ചേച്ചൊന്ന് പോ. കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് ദൈവം എന്ത് ചെയ്യും? നടത്തുന്ന നിനക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? ഞാനൊരു കാര്യം ചോദിട്ട്, തമ്പുരാൻ ഒന്ന് വിചാരിച്ചാൽ പോരെ നിൻ്റെ കഷ്ടമൊക്കെ മാറാനായിട്ട് ഇല്ലേ? ഒന്ന് വിചാരിച്ചാൽ പോരെ, അവരൊന്ന് വിചാരിച്ചാൽ പോരെ. നമ്മുടെ വിശ്വാസം സ്വാർത്ഥതയിൽ നിന്നൊന്ന് മാറട്ടെ, ഒന്ന് മാറട്ടെ. നിനക്ക് വേണ്ടി തന്നെ നീ ഓടാതെ, നിനക്ക് വേണ്ടി തന്നെ നീ ചരഞ്ഞ്, നിനക്ക് വേണ്ടി തന്നെ നീ ഓടുന്നത് മതിയാക്കിയിട്ട് എന്ത് രാവിലെ വരെ വൈകുന്നേരം വരെ ഓടി അവസാനം വൈകുന്നേരം ആയപ്പോഴത്തേന് പ്രഷറും കൂടി ഷുഗറും കൂടി എല്ലാം കൂടി കിട്ടിയതെല്ലാം ആർക്കും കൊണ്ട് കൊടുത്തു. 300 രൂപ ആശുപത്രിയിലും, 300 രൂപ ഡോക്ടറെ കാണാനും, 200 രൂപ പുള്ളി എഴുതിയ മരുന്നും, പിന്നെ ഇതെല്ലാം കൂടെ എന്ത് ഓടിയത് മുഴുവനും. ഇനി ഇതിൻ്റെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പിന്നെ ഓടണം. ഞാൻ ഓട്ടോ ഒക്കെ ഒന്ന് നിർത്തിയച്ച് ആശ്രയിക്കുന്നതും വിശ്രമിക്കുന്നതുമാകുന്നു തൻ്റെ ദാസന്മാർക്ക് ബലമെന്നുമാണ്. നീ ദൈവസന്നിധിയിൽ ഒരു അല്പസമയം ഇരുന്ന് നീ ഒന്ന് ദൈവത്തോടൊന്ന് ഒരു അല്പസമയം ഒന്ന് ചിലവാക്കി നോക്കിക്കേ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മേൽ പകരുന്നത് നിനക്ക് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് തരാനല്ലാതെ പിന്നെ വേറെ ആർക്കാ ഇത് വെച്ചേക്കുന്നേ? ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് തന്നെയാന്നാ, തന്നെ മക്കൾക്കുള്ളതാ. അത് നമുക്ക് തരാൻ വേണ്ടിയാ. അപ്പോഴും മറിയയുടെ വിശ്വാസത്തിൻ്റെ അവൾക്ക് ലഭിച്ച യേശുവിനെ കുറിച്ച് അവൾ അറിഞ്ഞ, അവൾക്ക് ഗ്രഹിച്ചിരുന്ന ആ അറിവ് അല്ലെങ്കിൽ അവളിലുള്ള ആ വിശ്വാസം അവൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോഴ് മറ്റൊരു കുടുംബത്തിൻ്റെ വേദന അകറ്റാനായിട്ട് അവൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഫ്രം സെൽഫിഷ് ഫെയ്ത്ത് ഷീ ഗ്രാജുവേറ്റഡ് ഇൻ ടു കെയറിങ് ഫെയ്ത്ത്. സ്വാർത്ഥപരമായ അവളുടെ വിശ്വാസ അല്ലെങ്കിൽ അവളുടെ ആ അനുഭവത്തിൽ നിന്ന് അവൾ എന്ത് ചെയ്തിരിക്കുന്നു? മറ്റുള്ളവരെ കൂടെ കരുതുന്ന, അവൾക്ക് ലഭിച്ച യേശുവിനെ കുറിച്ച് അവൾക്ക് അറിഞ്ഞിരിക്കുന്ന അറിവ് മറ്റുള്ളവരെ കൂടെ കരുതാനായിട്ട് അവൾ തീരുമാനമെടുത്തു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആ ഒരു തീരുമാനം നിനക്ക് എടുത്തേച്ച് ഇവിടുന്ന് പോകാമോ? നിനക്ക് അത്ഭുതം കാണാം. യേശു അത്ഭുതം പ്രവർത്തിക്കുന്നത് നിനക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നീട്ടുന്നത് നിനക്ക് കാണാനായിട്ട് സാധിക്കും. നിനക്ക് ലഭിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ അളവ് വെച്ച് നിനക്ക് ലഭിച്ചിരിക്കുന്ന രോഗികളുടെ മേൽ കൈവച്ച അല്ലേ? മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളെ വായിക്കുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്നിട്ട് എന്ത് പറയുന്നു? അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അങ്ങനെ വചനം പറഞ്ഞു. ഇത് കർത്താവ് തന്നെ പറഞ്ഞതാ. അവൻ വ്യാജം പറയാൻ മനുഷ്യനല്ലല്ലോ, അനുദപിപ്പാൻ മനുഷ്യപുത്രനല്ലല്ലോ. അവൻ എങ്ങനെയാണെന്നറിയോ? തൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം നിവർത്തിക്കേണ്ടതിന് അവൻ ജാഗ്രതയോടിരിക്കുന്നെന്നാ പറഞ്ഞേ. അപ്പം താൻ പറഞ്ഞു, എന്തോ പറഞ്ഞു? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ എന്ത് ചെയ്യും? നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും,
പുതുഭാഷകളിൽ അവർ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി ഏത് കുടിച്ചാൽ അവർക്ക് ഹാനി വരത്തില്ല. പിന്നെ രോഗികളുടെ മേൽ കൈവച്ചാൽ, നീയൊന്ന് വെച്ച് നോക്കപ്പാ, എനിക്ക് പേടിയാ ഇങ്ങോട്ട് കിട്ടിയാലോ എന്നല്ലേ. ഇങ്ങോട്ട് കിട്ടുന്നൊരു വാക്യമില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അങ്ങനെ വചനം പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗ്രതയോടിരിക്കുന്നു. ഇരമ്യാവേ, നീ എന്ത് കാണുന്നു? ഞാനൊരു ജാഗ്രത വൃക്ഷത്തിൻ്റെ കൊമ്പ് കാണുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം നിവർത്തിക്കേണ്ടതിന് ഐ ആം വെരി കോഷ്യസ്. ഞാൻ വളരെ ജാഗ്രതയോടിരിക്കുക. ഇത് ഞാൻ പറഞ്ഞ വചനമാ, ഇത് യേശു പറഞ്ഞ വചനമാ. ആ വചനത്തെ അത് എന്ന് പറഞ്ഞാൽ അത് ആര് പ്രായോഗികമാക്കുമോ, അതാര് ചെയ്യുമോ, അത് ചെയ്യുന്നിടത്ത് ആ വചനത്തെ സ്ഥിരപ്പെടുത്തേണ്ടതിന്. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നു, അവൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ എന്ത് ചെയ്തു? ഉറപ്പിച്ചു പോന്നു, അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തിപ്പോന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിത് ചെയ്യണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് കർത്താവേ നീ പറഞ്ഞിരിക്കുന്നതിനാൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നീ ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന്, അടിപ്പിണരുകളാൽ സൗഖ്യം തരുന്ന ദൈവമാണെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങ് ചെയ്തേര്. ഡു ഇറ്റ്. അവൻ പറയുന്നു, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ജാഗ്രതയോടിരിക്കുന്നു. ആകാശത്തുനിന്ന് മഞ്ഞും മഴയും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഉദ്ദേശിച്ച കാര്യം അത് നിവർത്തിച്ചിട്ടല്ലാതെ മടങ്ങി വരത്തില്ല എന്ന പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം ഞാൻ അരുളി ചെയ്തത് നിവർത്തിക്ക തന്നെ ചെയ്യുമെന്ന പ്രവാചകൻ പറഞ്ഞേക്കുന്നത്, ദൈവം പറഞ്ഞേക്കുന്നത്. ഏതാ? മഞ്ഞും മഴയും ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ മഞ്ഞും മഴയും എന്തുദ്ദേശത്തോടു കൂടിയാണോ ഭൂമിയിലേക്ക് ദൈവം അയക്കുന്നത്, അത് നിവർത്തിച്ചിട്ടല്ലാതെ, അത് മടങ്ങിച്ചല്ലാത്തതുപോലെ. യെശയ്യാ 55:11 വായരേ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അതിന് മുമ്പത്തെ വാക്യം വായിക്കണം. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ. ഈ മഴയും ഹിമവും അയക്കുന്നത് ഇവിടെ വിതയ്ക്കാൻ വേണ്ടിയാ. എന്തിനാ? ഇവിടെ ജനത്തിന് കൃഷി ചെയ്യാൻ വേണ്ടിയാ. ഇവിടെ എന്തിനാ? ജനത്തിന് കൃഷി ഒരുക്കാൻ വേണ്ടിയാ. വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. മനസ്സിലായോ? മഴയും മഞ്ഞും ഈ ഭൂമിയിലേക്ക് വന്ന് ഈ ഭൂമിയെ ഒരുക്കി അവിടെ വിതച്ചിരിക്കുന്ന വിത്ത് മുളച്ച് ഫലം കൊടുക്കുവാനായിട്ട് ഞാൻ അയച്ചിരിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, ഞാൻ എന്തുദ്ദേശത്തോടെ ഞാൻ ആ വചനം പറഞ്ഞോ, ഞാൻ ദൈവം പറഞ്ഞു, എന്തോ പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അത് സൗഖ്യമാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞേ. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞെങ്കിൽ അത് സൗഖ്യത്തിന് വേണ്ടി തന്നെ പറഞ്ഞത്. മഴ അയക്കുന്നത് എന്തിനു വേണ്ടിയാ? പല ഉദ്ദേശത്തോടു കൂടെ ദൈവം ദേശത്ത് മഴ അയച്ചിട്ടുണ്ട്, ഇല്ലയോ? ന്യായവിധിക്ക് വേണ്ടി അയച്ചു. അത് ന്യായവിധി നടത്തിയിട്ട് തന്നെ എന്ത് ചെയ്തത്? പോയത്. ദേശത്ത് അടുത്തൊരു ന്യായവിധി വരുന്നു. പ്രവാചകൻ പറയുന്നു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് എന്ത് ചെയ്യത്തില്ല. മഞ്ഞും മഴ അത് ന്യായവിധിക്കുക. അവിടെ മഴയെ അയക്കാതിരുന്നത് എന്തിനു വേണ്ടിയാ? ന്യായവിധിക്ക് വേണ്ടിയാ. അപ്പോൾ ദൈവം എന്തുദ്ദേശത്തോടു കൂടെയാണോ മഴയെയും മഞ്ഞിനെയും ഈ ലോകത്തിലേക്ക് ഉദ്ദേശം എന്തുവാന്ന് പറഞ്ഞേക്കുന്നു? ഭൂമിയെ നനയ്ക്കണം, അത് ഫലവത്തായിത്തീരണം, അതിൽ നിന്ന് ഫലം പുറപ്പെടണം, അത് പുഷ്ടിയുള്ളതായിത്തീരണം. ഈ ഉദ്ദേശത്തോടു കൂടി അയച്ച മഴ അത് നിർവഹിക്കുമെങ്കിൽ കേവലം മഴയ്ക്ക് മഞ്ഞിന് ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതുപോലെ നിവർത്തിച്ചിട്ടേ മടങ്ങി വരത്തുള്ളൂ. എന്നിട്ട് പറയുന്നു, വെറുതെ മടങ്ങി എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് വെറും വാക്ക് പറയുന്നവനല്ല.
എൻ്റെ കർത്താവ് വെറും വാക്ക് പറയുന്നവനല്ല. കർത്താവ് എവിടെങ്കിലും വെറും വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ കർത്താവ് വെറും വാക്ക് പറയുന്നവനല്ല. അവൻ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും, വിടുവിക്കാമെന്ന് പറഞ്ഞാൽ വിടുവിക്കും, ശുദ്ധനാകാൻ പറഞ്ഞാൽ ശുദ്ധനായി തീരും, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. അവൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം അത് വെറും വാക്കല്ല, അത് നിഷ്ഫലമല്ല, ഒരിക്കലുമല്ല. ഇന്നത് വിശ്വസിക്കുക. അതുകൊണ്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നു, നീ എന്ത് ചെയ്യുക? നീ കിഴവിക്കരയും കെട്ടുകരയൊക്കെ പ്രസംഗിക്കുന്നത് നിർത്തിയിട്ട് പ്രസംഗിക്കാതെ എന്ത് ചെയ്യുക? വചനം പ്രസംഗിക്കുക. അത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതാ, വചനം പ്രസംഗിക്കുക. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായിട്ട് പറയുന്നു, നീ വചനം എന്ത് ചെയ്യുക? പ്രസംഗിക്കുക. കാരണം ഈ വചനം എന്തുവാണെന്നറിയാമോ? ഈ വചനം ഫലം പുറപ്പെടുവിക്കുന്ന വചനമാ. ഈ വചനം രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന വചനമാ. ഈ വചനം നിന്നെ വളർത്തുന്ന വചനമാ, നിന്നെ ശക്തീകരിക്കുന്ന വചനമാ, നിനക്ക് ബലം തരുന്ന വചനമാ. ഈ വചനത്തിൻ്റെ ശക്തി എന്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിയയ്ക്ക് ലഭിച്ച ആ അറിവുണ്ടല്ലോ, യേശുവിനെ കുറിച്ച് ലഭിച്ച ആ അറിവ്, ഞാൻ പറഞ്ഞല്ലോ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ലഭിച്ചു. ആ യേശുവിനെ കുറിച്ചുള്ള അറിവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നവർ അവൻ പറഞ്ഞത് എന്തുവാണെന്നറിയാമോ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവരിതൊക്കെ ചെയ്യും. കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക, കർത്താവ് ദിവസങ്ങളിൽ താൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും മണ്ടന്മാർ ഉണ്ടോയെന്ന്. ഇത് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന നിങ്ങൾ നോക്കിക്കോ, ലോക ചരിത്രത്തെ നിങ്ങൾ പഠിച്ചു നോക്കിക്കോ. അത്ഭുതങ്ങളും അടയാളങ്ങളും അധികം നടന്നിട്ടുള്ള വിദ്യാസമ്പന്നന്മാരെ കൊണ്ടല്ല, ഭോഷന്മാരെ കൊണ്ടാ ആണ്. നിങ്ങൾ ലോക ചരിത്രത്തിൽ ദൈവിക അത്ഭുതങ്ങൾ നടത്തപ്പെട്ട ഇടങ്ങളും സ്ഥലങ്ങളും ഒക്കെ നിങ്ങൾ നോക്കിക്കോ. എവിടാണെന്നറിയാമോ അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതെന്നറിയാമോ? വിദ്യാസമ്പന്നന്മാരുടെ ഇടയിലല്ല, മെഡിക്കൽ കോളേജുകളിലല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്, കുടിലുകളിനകത്താണ് നടക്കുന്നതെന്നറിയാമോ? വിദ്യാസമ്പന്നന്മാരുടെ ഇടയിലല്ല. കാര്യം എന്നാണെന്നറിയാമോ? അവർ ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുത്ത് അതുപോലെ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ജ്ഞാനത്താൽ ദൈവത്തിൻ്റെ വചനത്തെ അവർ എന്ത് ചെയ്തെന്നറിയാമോ? ശക്തിയില്ലതാക്കി തീർത്തു. കർത്താവിന് നോക്കുന്നത് ഈ വചനം വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന, ഈ വചനത്തിനനുസരിച്ച് ഇറങ്ങി പുറപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെന്നാണ് പറയുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ വചനത്തെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അവൻ്റെ കൂടെ പോകും. കർത്താവ് എന്തോ പറഞ്ഞത്? കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം. ആരുടെ കൂടെ ഇരിക്കാമെന്നാണ് പറഞ്ഞ്? അവൻ്റെ വാക്ക് കേട്ട് പോകുന്നവൻ്റെ കൂടെ. അതുകൊണ്ടല്ലേ ഭാഷ അറിയാത്ത തോമസ് കേരളത്തിലേക്ക് വന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ വന്ന് മലയാളം പഠിച്ചാവുന്നതെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഒറ്റ വാക്കിൻ്റെ പുറത്താണ് വന്നത്. ഞാൻ നിന്നോട് കൂടി ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നോട് കൂടി ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നോട് കൂടി ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും പോരെ? അത്രയും പോരെ? ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. അവൻ്റെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കാമോ? നിനക്ക് മറിയെ പോലെ ഇറങ്ങാമോ? എനിക്ക് അവനെക്കുറിച്ച് അല്പമേ അറിവുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തടാ. ആ സഭയ്ക്ക് ദൈവത്തിൻ്റെ വചനം എന്താണെന്നറിയായിരുന്നു? നമുക്കറിയാത്തതും അതാ. ആരതിനനുസരിച്ച് ഇറങ്ങുമോ, ആരാ വചനത്തെ വിശ്വസിച്ചിറങ്ങുമോ, അവൻ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. അവരിൽ കൂടെ ഇരുന്നിട്ട് നന്മകൾ പ്രവർത്തിക്കാൻ പോവുക. അവൻ്റെ ശക്തി വ്യാപരിക്കാൻ പോവുക. അവൻ്റെ ബലം വ്യാപരിക്കാനായിട്ട് പോവുക. അവൻ്റെ വചനം വെറുതെ മടങ്ങത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ അതങ്ങനെ തന്നെയെന്ന് വിശ്വസിച്ചങ്ങ് ഇറങ്ങുക. നിൻ്റെ വിശ്വാസത്തിലാ നീ മറ്റുള്ളവരെ കൂടെ ഉൾപ്പെടുത്തുക. ധൈര്യത്തോടെ ഇറങ്ങിച്ചല്ല, പ്രാർത്ഥിക്കുക. ജീവിതങ്ങൾക്ക് വേണ്ടി അവരോട് കർത്താവിനെ കുറിച്ച് പറ. അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, അവരുടെ കെട്ടുകൾ പൊട്ടട്ടെ. കാര്യം എന്നാണെന്നറിയാമോ? നീ ഇത് സംസാരിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് വരുന്നത് അവൻ്റെ വചനമാണെങ്കിൽ അവിടെ അത്ഭുതം നടന്നിരിക്കും. ഒരു സംശയവുമില്ല, അവിടെ അത്ഭുതം നടന്നിരിക്കും. അതെങ്ങനെയാണെന്നൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, അത് അവൻ ചെയ്തോളും. കാരണം എൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ഒരിക്കലും നിഷ്ഫലമായി മടങ്ങി വരത്തില്ല. അതതിൻ്റെ കാര്യം നിവർത്തിക്കുക തന്നെ ചെയ്യും. മഞ്ഞും മഴയും അവൻ്റെ ഹിതം നിറവേറ്റുന്നെങ്കിൽ, അവൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നെങ്കിൽ, ദൈവവേദന ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്വാർത്ഥ മണ്ഡലത്തിൽ നിന്ന് മാറിയിട്ട് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന വിശ്വാസത്തെയുമായിട്ട് നമുക്ക് മുന്നിട്ടിറങ്ങാം. ഒരു പടി മുന്നോട്ട് പോകാം. അത്ഭുതങ്ങൾ അവിടെ കാണാം. അത്ഭുതങ്ങൾ നമുക്ക് കാണാം.
ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇനിയുള്ള നാളുകൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ നാളുകളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ മഹത്വത്തിന് വേണ്ടി അവനൊന്നും ചെയ്യത്തില്ല. ഒരു ക്രെഡിറ്റും നമുക്ക് കിട്ടത്തില്ല. കേട്ടോ, നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ സഭയുടെ പേരും വലുതാവണ്ട, നമ്മുടെ പേരും വലുതാവണ്ട. നമ്മുടെ കർത്താവിനെ ലോകം അറിഞ്ഞാൽ മാത്രം മതി. മറിയയുടെ വിശ്വാസം, ഇറ്റ് വാസ് എ കെയറിങ് ഫെയ്ത്ത്. ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ എനിക്ക് വേണ്ടിയല്ല ഈ വിശ്വാസം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നീ നൽകി തന്ന അറിവ്, യേശുവിനെക്കുറിച്ച് നൽകി തന്ന അറിവ്, വചനത്തെക്കുറിച്ച് എനിക്ക് നൽകി തന്ന വെളിപ്പാടുകൾ, കർത്താവേ, നിന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ സൗഖ്യത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ ഞാൻ ഉപയോഗിക്കാൻ പോവുക. നീ എപ്പോൾ നിൻ്റെ സ്വാർത്ഥ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുന്നുവോ അവിടെ അവൻ്റെ പ്രവൃത്തി ആരംഭിക്കും. എന്തിനാ മറിയയുടെ മുൻപിൽ ഈ വിഷയം ദൈവം കാണിച്ചു കൊടുത്തത്? നീ ഇതെന്തോ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയാ. പലപ്പോഴും നമ്മൾ എല്ലാ ഇത് എൻ്റെ അടുക്ക തന്നെ വരുതെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും എല്ലാ ഏടാകൂടും എൻ്റെ അടുക്ക തന്നെ വരുതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ട് ഇതെല്ലാം ഇങ്ങോട്ട് തന്നെയാണല്ലോ ദൈവമേ വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ കർത്താവ് ഇന്ന് രാവിലെ എനിക്ക് പറഞ്ഞു. പിന്നെ കുഷ്ഠരോഗ ആശുപത്രി പിന്നെ വേറെ ആരാ ചെല്ലും? കുഷ്ഠരോഗികളെ ചെല്ലത്തുള്ളൂ. ഒരു ഭ്രാന്തിനെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ അടുത്തേക്ക് പിന്നെ ആരേ ചെല്ലത്തുള്ളൂ? ഭ്രാന്തന്മാരെ ചെല്ലത്തുള്ളൂ. പറഞ്ഞ ആശയം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താ ഈ എല്ലാ ഏടാകൂടവും നിൻ്റെ അടുക്ക് വരുന്നതെന്ന് തോന്നുന്നെങ്കിൽ നീ ഈ ഏടാകൂടത്തെ ചികിത്സിക്കുന്നവനാ. അതുകൊണ്ടാണ്. പിന്നെ നിൻ്റെ അടുക്കലല്ലാതെ വേറെ എവിടെ ചെല്ലാനാ? വയറ്റുവേന പറഞ്ഞ് ആരെങ്കിലും ആറും കൂടി എടുത്തോട്ട് കൊണ്ടുപോകുമോ? ഇല്ല. കാരണം നിന്നെ ലോകം അറിയുന്നത് പ്രശ്നത്തിൻ്റെ പരിഹാരകനായിട്ടാണ്. നിന്നെ ലോകം അറിയുന്നത് വിടുതൽ ലഭിക്കുന്നൊരിടമായിട്ടാണ്. നിന്നെ ലോകം അറിയുന്നത് ദൈവസൗഖ്യം. അവിടെ ചെന്നാൽ ആശ്വാസം കിട്ടും, അവിടെ ചെന്നാൽ വിടുതൽ കിട്ടും, അവിടെ ചെന്നാൽ ദൈവകൃപ എനിക്ക് വ്യാപരിക്കാൻ കഴിയും, അവിടെ ചെന്നാൽ ദൈവത്തിൻ്റെ വിടുതൽ എനിക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. നിനക്കതൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ പേര് മാറ്റി വെച്ചോ. മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് മാറിയിട്ട് എന്തോ മാറ്റിയിട്ട് എൻ്റർടൈൻമെൻറ്റ് സെൻ്റർ എന്നാക്കിക്കോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? മാനസിക രോഗികളെ ചികിത്സിക്കുന്ന സ്ഥലമല്ല. ഇവിടെ എന്നാണെന്നറിയാമോ? സിനിമ കാണിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് സ്ഥലമാണ്, രസിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. അല്ലല്ല, ആ ബോർഡ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അങ്ങനെയുള്ളവരെ അവിടെ വരത്തുള്ളൂ. അതല്ലേ നിൻ്റെ അഭിമാനം, അതല്ലേ നിൻ്റെ പേര്. ജീവിതങ്ങൾ സുബോധമില്ലാത്തവൻ കടന്നു വന്ന് വിടുതൽ പ്രാപിച്ച് ദൈവസൗഖ്യം അനുഭവിച്ച് സന്തോഷം അനുഭവിച്ച് കർത്താവിൻ്റെ വിടുതൽ അനുഭവിച്ച് കടന്നു പോകുന്നത് കാണുന്നല്ലേ വലിയ കാര്യം. അത് നിൻ്റെ വിളിയെ ഉറപ്പാക്കുകയല്ലേ? അത് നിൻ്റെ തിരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കുകയല്ലേ? അത് നീ ദൈവത്തോടു കൂടെ നടക്കുന്നു എന്ന് ഉറപ്പാക്കുകയല്ലേ? ഈ ദിവസങ്ങൾ അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം മുഴുവനും. കർത്താവ്, എൻ്റെ സ്വാർത്ഥപരമായ എൻ്റെ മണ്ഡലത്തിൽ നിന്ന്, വിശ്വാസത്തിൻ്റെ എൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഞാനൊന്ന് പുറത്തു വരാൻ ഞാൻ ആഗ്രഹിക്കുക. കർത്താവ്, നീ എനിക്ക് തന്ന ഈ അറിവ്, നിന്നെക്കുറിച്ച് നീ എനിക്ക് തന്ന വെളിപ്പാട്, നിന്നെക്കുറിച്ച് എനിക്ക് ഗ്രഹിപ്പിച്ചതായ ആത്മീയ സത്യങ്ങൾ, കർത്താവ്, മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നീ ഇറങ്ങിത്തിരിക്കുമോ? അവൻ്റെ കണ്ണുകൾ നിൻ്റെ മേലുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എങ്ങനെയാണ്? തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവൻ്റെ കണ്ണ് ലോകമെങ്ങാടും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ പറയണം, ഇതാ തൃശ്ശൂർ ഒരു കൂട്ടം ആളുകളുണ്ട്, എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന തൃശ്ശൂർ ഒരു കൊച്ചു സഭയുണ്ട്, എൻ്റെ മഹത്വം അന്വേഷിക്കുന്ന, ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിരിക്കുന്ന, എൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടം ജനം കൂടെ ഉണ്ട്. ഞാൻ എന്നെ തന്നെ വലിയവനെന്ന് വെളിപ്പെടുത്താൻ പോകുക, എന്നെ തന്നെ വലിയവനെന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോകുക. ഇന്ന് പകൽക്കാലം അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, തയ്യാറാ. അപ്പോൾ ഈ വിഷയം കർത്താവ് നിനക്ക് കാണിച്ചു തരുന്നത് എന്തിനു വേണ്ടിയാ? നീ അതിനകത്ത് ഇടപെടാൻ വേണ്ടിയാ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഒരു വിഷയം ദൈവം നിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തുമ്പോൾ അതിന് 3 രീതിയിലുള്ള പ്രതികരണം നിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാം. ഒന്നുകിൽ എന്തുവെന്നറിയാമോ? ഐ ഡോണ്ട് വാണ്ട് ടു നോ, ഇഗ്നോറൻസ്. ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, എനിക്കിതൊന്നും കേൾക്കുകയും വേണ്ട. I want to be ignorant all the time. എനിക്കിതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ല, എനിക്കിതിനെക്കുറിച്ച് കേൾക്കുകയും വേണ്ട. കാരണം അറിഞ്ഞാൽ വല്ലതും ഞാൻ ചെയ്യണേ. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ വേണ്ട? അറിയേ വേണ്ട. രണ്ടാമതൊരു കൂട്ടരുണ്ട്, ഇൻഡിഫറൻസ്. ഇതെൻ്റെ നീയായി നിൻ്റെ പാടാ, ഇതെൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ ജീവിക്കുകയോ ചാവുകയോ ആടുകയോ പാടുകയോ എന്ത് വേണേലും ആയിക്കോ, ഞാനില്ല. ഇൻഡിഫറൻസ്. ചില വിഷയങ്ങളോടുള്ള ബന്ധം, അതാണ് നമ്മുടെ നിലപാട്. വി ആർ ഇൻഡിഫറൻസ്.
കർത്താവ് ചില വ്യക്തികളെ നമുക്ക് കാണിച്ചു തരുമ്പോൾ, ചില ജീവിതങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ചില വിഷയങ്ങൾ നമ്മളോട് അറിയിക്കുമ്പോൾ വി ആർ ഇൻഡിഫറൻസ്. മൂന്നാമതൊരു സ്റ്റാൻസ് ഉണ്ട്, ഇൻവോൾവ്മെൻറ്റ്. ദൈവം ഈ വിഷയം, ദൈവം ഈ ജീവിതത്തെ എൻ്റെ മുമ്പാകെ കൊണ്ടുവന്നേക്കുന്നത് ഞാൻ ആ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയാ. ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് മുതൽ ഈ വിഷയം ഞാൻ ഏറ്റെടുക്കാൻ പോവുക. ഇതെൻ്റെ വിഷയമായി ഞാൻ ഏറ്റെടുക്കാൻ പോവുക. ഞാൻ ഈ വിഷയത്തിന് മറിയെടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പായിരുന്നു, ഇൻവോൾവ്മെൻറ്റ്. അവൾക്ക് വേണമെങ്കിൽ പറയായിരുന്നു, എന്നെ കല്യാണത്തിന് വിളിച്ചു, എല്ലാവരെയും വിളിച്ച പോലെ ഞാൻ വലിയ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല, അല്ലേ? ഞാൻ വലിയ ഭാരിച്ച കാര്യമൊന്നും, and I am going to be indifferent. None of my business to the situation that arouse. നേരിട്ട ഈ വിഷയത്തിൻ്റെ മുൻപിൽ നീ ഇൻഡിഫറൻ്റ് ആയിട്ട് നടക്കുകയാണോ? or are you going to involve? ഞാൻ ഈ വിഷയത്തിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ ഈ വിഷയം ദൈവസന്നിധി കൊണ്ടുപോകാൻ പോവുക. ഹല്ലേലൂയ. ഒരു വിഷയം കേൾക്കുമ്പോൾ കേട്ടില്ലെന്ന് നടിച്ച് നടക്കുകയാണോ? ഇതിലെനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് നടക്കുകയാണോ? അത് ആർ യു ഗോയിങ് ടു ഇൻവോൾവ്? ഞാൻ ഈ വിഷയത്തെ യേശുവിനെടുക്ക കൊണ്ടുചെല്ലാൻ പോവുക. അവൾ യേശുവിനെടുക്ക കൊണ്ടു ചെന്നു. കാരണം അവൾക്കറിയാം യേശുവിന് എന്തെങ്കിലും ഇവിടെ ചെയ്യാനായിട്ട് കഴിയും. യേശുവിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അവളുടെ സ്വാർത്ഥ മണ്ഡലത്തിൽ നിന്ന് അവൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്ന ഒരവസ്ഥയിലേക്ക് അവൾ നീങ്ങി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആരും നന്ദി പോലും പറയുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. അധ്യായം അവസാനിപ്പിക്കുന്നത് എന്നാണെന്നറിയാമോ? അനേകർ യേശുവിൽ വിശ്വസിച്ചെന്ന